അടിപൊളി നാഷണൽ അവാർഡ് കൊണ്ടുപോയി എല്ലാ റേഞ്ച് ആക്ടിങ് VFX എല്ലാം പടം സിനിമ കണ്ടിട്ടില്ല. ചേച്ചി എങ്ങനെയുണ്ട്? ബാഹുബലിനെക്കാളും നല്ലത് ജയറാമേട്ടൻ എങ്ങനെയുണ്ട്? കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ആവുകയാണ്. ഫസ്റ്റിലെ പോലെ ഒരു നിയോഗം പോലെയാണ്. കാരണം ഇത് അതിൻ്റെ പ്രീക്വലാണ്, വർഷങ്ങൾക്ക് മുന്നേ ഉള്ളത്. അപ്പോൾ ഇതിനകത്തും നായകൻ ഇങ്ങനെ വരുന്നു. അപ്പോൾ പുള്ളിയുടെ നിയോഗം പോലെയാണ് കാണിക്കുന്നത്. എന്തിനാണ് ഈ നായകൻ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു കാന്താര എന്നൊരു സ്ഥലത്ത് വന്ന് പെട്ടത്. അപ്പോൾ അത് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ എന്തിനാണെന്ന് കാണിക്കും. പുള്ളിയുടെ എന്തിനാണ് പുള്ളീനെ അവിടെ സൃഷ്ടിച്ചത്, അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഇത് അവിടെ കാണിക്കും. എന്തുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് ആ ഒരു ദേശത്തെ രക്ഷപ്പെടുത്താനായിട്ട് ഈ നായകൻ അവിടെ വന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ ആ സ്റ്റോറി പോകുന്ന പോക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പോൾ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഈ സിനിമ കാണാൻ വന്നിട്ട് നോമ്പ് നോക്കിയിട്ട് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അത് എന്താണെന്ന് സിനിമ കണ്ടിട്ട് മനസ്സിലായോ? അല്ല, അത് ശരിക്കും ഫേക്ക് പോസ്റ്റർ ആയിരുന്നു. അത് ഞാനും കണ്ടിരുന്നു. അത് ഇതിനകത്ത് നായകൻ ഋഷഭ് ഷെട്ടി തന്നെ പറഞ്ഞിരുന്ന ഒരു ഫേക്ക് പോസ്റ്ററാണ്. അതങ്ങനെ ഒഫീഷ്യലി ഇറക്കിയതല്ല. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് ജസ്റ്റ് ഫേക്ക് പോസ്റ്ററാണ്. ജയറാമേട്ടൻ ഇതിനകത്ത് അടിപൊളിയായിരുന്നു. കാരണം ഇപ്പോൾ പുള്ളി ഇപ്പോൾ അന്യഭാഷയിൽ പോകുമ്പോൾ ഒരു കോമാളി റോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കളിയാക്കാറുണ്ട് പല സിനിമയിലും. പക്ഷേ ഇതിനകത്തൊരു നല്ല റോള് കിട്ടിയെന്ന് പറയാം. കാരണം ആദ്യ അവസാനം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ക്രീൻ പേസ് ഉള്ള ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു പുള്ളിയുടെ. ഒരു നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് വന്നു പുള്ളിയുടെ പെർഫോമൻസ്. നല്ല അടിപൊളിയാക്കി. ഇവർ 3 പേരൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തത്. ഫസ്റ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ് നമ്മളെ ഞെട്ടിച്ചെടുത്തത്. അതുപോലെ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഫസ്റ്റിനേക്കാളും മേലെ പോയിന്ന് തോന്നി. കാരണം ഫസ്റ്റിൽ ഇപ്പം മെയിനായിട്ട് പറയാനാണെങ്കിൽ ആ 20 മിനിറ്റ്സാണ് മെയിൻ പീക്കായിട്ട് തോന്നിയത്. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം ആ സിമിലർ ആയിട്ടുള്ള സീൻ ഇതിനകത്തുണ്ട്. പക്ഷെ അത് ഇതിനകത്തൊരു പോർഷൻ മാത്രമോ. ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ അതിനേക്കാളും ഇൻഫീരിയർ അതിന് മുകളിൽ പോകുന്ന കുറേ സീനുകളാണ് ഉള്ളത്. അപ്പോൾ അതുപോലത്തെ കുറേ നമുക്ക് രോമാഞ്ചം കൊള്ളുന്ന കുറേ സീൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് കൂടുതൽ നന്നായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ആയാലും ഡയറക്ഷൻ ആയാലും പിന്നെ ഇതിൻ്റെ മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ട് തോന്നി. അപ്പം മൊത്തത്തിൽ ഫസ്റ്റിനേക്കാളും എനിക്ക് കിടുവായിട്ട് വന്നൊരു പടം തന്നെയാണ് കാന്താരൻ. കലാരൂപത്തിന് അതെ. ഇതിലും ആ സെയിം സിമിലർ സീൻസ് അങ്ങനത്തെ കുറേ സീനുകളുണ്ട്. ക്ലൈമാക്സിൽ ആ വരാഹരൂപം പാട്ടൊക്കെ ഉണ്ട്. അപ്പം കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനും ഒരു രോമാഞ്ചൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ തെയ്യത്തിൻ്റെയും ആ ഒരു പോർഷൻസ് കുറേ സിനിമയിൽ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം. നല്ലൊരു കിടിലൻ പടം തന്നെയായിരുന്നു. കുറേ മൊമെൻറ്റ്സ് അങ്ങ് എടുത്ത് പറയാനുണ്ട്. കുറേ ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും കുറേ ഗൂസ് ബംസ് ആക്കുന്ന കുറേ മൊമെൻറ്റ്സ് എനിക്ക് പടത്തിൽ കിട്ടി. എടുത്തു പറയേണ്ടത് ഋഷഭ് ഷെട്ടി തന്നെയാണ്. പുള്ളിയുടെ ഡയറക്ഷനും പോലെ തന്നെ പുള്ളിയുടെ ആക്ടിങ്ങും അടിപൊളിയായിട്ട് തോന്നി. എസ്പെഷ്യലി ആ ക്ലൈമാക്സും പിന്നെ ഈ പോസ്റ്റിനുള്ള സീനൊക്കെ ഒരു സീനുണ്ട്. അതൊക്കെ ഭയങ്കര ഇതുമായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് മ്യൂസിക് ആയാലും എല്ലാം ഭയങ്കര നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിനേക്കാളും കിടുമെന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് തന്നെ ഫിലിംസ് ഫസ്റ്റിൻ്റെ ആ ലെവലിൽ വരാറില്ല. പക്ഷേ ഇത് ഫസ്റ്റിന് മേലെ പോയെന്ന് എനിക്ക് തോന്നി. മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞപ്പോൾ അന്യഭാഷയിൽ പോകുമ്പോൾ പുള്ളിക്ക് ഒരു കോമഡി റോൾ കിട്ടുന്ന കുറേ പേര് പറയാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ നല്ലൊരു റോൾ, ഇതിന് അത്യാവശ്യം നല്ല സ്ക്രീൻ ടൈമും നല്ലൊരു വേഷം. ക്ലൈമാക്സിലൊക്കെ ആയാലും പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്.